സഭയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്വാഗതത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ഒരു ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ഈ ഇന്റർവ്യൂവിൽ കടന്നു വന്നിരിക്കുന്ന ആൾക്കൊരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം പാട്ട് രൂപേണ മറുപടി പറയുന്നുള്ളൂ. എന്ത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന്റെ പാട്ട് മാത്രമാണ് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിവാഹിതയായ ഒരു സ്ത്രീയാണ്. അദ്ദേഹത്തിന് വേഗം തന്നെ ഇവിടെ കടന്നു വന്ന് മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വന്നാട്ടെ. വന്ദനം സഹോദരി. സഹോദരിയുടെ പേരെന്താണ്? അപ്പൊ പേരില്ലല്ലേ. സഹോദരിയുടെ സ്വന്തം ദേശം എവിടെയാണ്? അപ്പൊ ഈ ദേശക്കാരൊന്നും അല്ലേ? അപ്പൊ പിന്നെ എവിടെയാ സഹോദരിയുടെ ദേശം? ഈ നദിയുടെ അക്കരെയാണോ സഹോദരിയുടെ ദേശം? ആ നാടിന്റെ പ്രത്യേകത എന്താ അവിടെ? അവിടെ അപ്പോ ഭയങ്കര പ്രത്യാശയുള്ളൊരു സ്ഥലമാണല്ലേ. സഹോദരിക്ക് ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. സഹോദരിക്ക് എത്ര വയസ്സായി? ചർമ്മം കണ്ട പ്രായം തോന്നുന്നുണ്ട്. 70 വയസ്സുണ്ടല്ലേ. ഈ ലോകത്തിലെ കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് എന്താണ് സഹോദരിക്ക് പറയാനുള്ളത്? അപ്പോ ഇവിടുത്തെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണെന്നാണോ പറയുന്നത്? കഷ്ടപ്പാടൊന്നും കുഴപ്പമില്ല അല്ലേ. ഭയങ്കര സംഭവമാണ്. ഓക്കെ സഹോദരി, എന്തായാലും ഈ പാട്ടിലൂടെയാണല്ലോ മറുപടി പറയുന്നത്. ഈ പാട്ട് പാടിയപ്പോ ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ വലിയ സ്വത്തൊന്നും ഇല്ല അല്ലേ, ഉയരത്തിലേ ഉള്ളല്ലേ. ഈ സഹോദരിയുടെ യാത്രാമധ്യമാണ് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇനി എങ്ങോട്ടാണ് യാത്ര? ഇവിടെ നിന്ന് എങ്ങോട്ടാണ് യാത്ര? സിയോൻ സഞ്ചാരി ആയിട്ട് പ്രത്യേക സ്ഥലമൊന്നുമില്ലല്ലേ. യേശുവിനെ ചാരിക്ക് പോവല്ലേ. ഈ യേശുവിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. തേടി വന്ന ഇടേന്റെ അടുത്തേക്കാണ് യാത്ര അല്ലേ. ആട്ടെ, നമ്മൾ ചില കാര്യങ്ങൾ പങ്കിടുന്നു. ഇനി അല്പസമയം കുടുംബ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഹോദരിയുടെ ഭർത്താവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പൊ സുന്ദരനായ ഭർത്താവാണല്ലേ ഉള്ളത്. അപ്പൊ സുന്ദരനായതിനാല് നന്നായി നോക്കുമായിരിക്കും അല്ലേ. അപ്പൊ കയ്യെ പിടിച്ചപ്പോ നിങ്ങൾ ഒന്നിച്ചാണ് യാത്ര. പോകുന്നതൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ. സഹോദരന്റെ മക്കൾ എന്ത് പറയുന്നു?
ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹോദരി അതിൽ നിന്ന് പിന്മാറാറുണ്ടോ? പകർച്ചയില്ലാത്ത തിരിച്ച പ്രതികരണം ഉണ്ടല്ലേ. ഇവിടെ ഇനി അതൊക്കെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ കഴിയും. ഇനി നമുക്ക് സഭയുടെ കാര്യത്തിലേക്ക് കിടക്കാം. സഭയിലേക്ക് പോകുന്ന സഭയിലെ പാസ്റ്ററെ പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോ സൗദി പോകുന്ന സഭയിലെ പാസ്റ്റർ സുന്ദരനായ മനുഷ്യനാണല്ലേ. ഒന്നുകൂടെ വിശദീകരിക്കാമോ അദ്ദേഹത്തെ പറ്റി? സഹോദരനുള്ള മനുഷ്യനാണ്. അതെ, എങ്കിൽ സഹോദരയുടെ സഭയിലെ സെക്രട്ടറിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഈ സമൂഹത്തോട് ഈ ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്നവരോട് എന്താണ് സഹോദരിക്ക് പറയാനുള്ളത്? യേശു വിളിച്ചിരിക്കുന്ന പാതയിലൂടെ പോകണമെന്നാണല്ലേ സഹോദരിക്ക് പറയാനുള്ളത്. അതെ, സഹോദരിയുടെ